ഇതിനാണ് ഇപ്പോൾ ഏറ്റവും കുറവ്. ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെൽക്കം ടു ലെറ്റസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് ചെറിയൊരു പാചക വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് എന്താണെന്ന വീഡിയോ എന്ന് വെച്ചാൽ ചെറിയ ഒരു പാചക വീഡിയോ ആണ്. അപ്പോൾ നല്ല നാടൻ കൂണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ കറി ഉണ്ടാക്കാൻ നോക്കാം. പല ആൾക്കാരും പല രീതിയിലാണ് കറി വയ്ക്കൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. കുറേ ആൾക്കാർക്കൊക്കെ ഇത് അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല നാടൻ കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല ഇളം ചൂടിലുള്ള ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് സമയം വെക്കണം കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം നല്ല നാടൻ കാന്താരി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെയാണ്. അപ്പോൾ കാന്താരി എത്രത്തോളം ചേർക്കണോ അത്രത്തോളം കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയിലൊന്നല്ല കേട്ടോ ഇട്ടത്, നല്ല കല്ലിലിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഇതാ വെളുത്തുള്ളി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നല്ലോണം ചതച്ച് എടുക്കട്ടെ. അങ്ങനെ ഇതാ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതേ കല്ലിലിട്ട് തന്നെ നല്ല കാന്താരിയും കൂടെ ചതച്ചെടുക്കണം. അപ്പോൾ കാന്താരി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള കാന്താരിയാണ് കേട്ടോ. അപ്പോൾ ഇതിനോട് നല്ല ചമ്മന്തിയൊക്കെ അരച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കാന്താരിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ വേണം. അപ്പോൾ ഇതാ കല്ലിലിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് എല്ലാം കൂടെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള കൂണക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ കാന്താരി ചതച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അതിന് ശേഷം ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. എത്രത്തോളം കറി വേണോ അത്രത്തോളം വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ കുറച്ച് കാന്താരിയും കൂടെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അടച്ച് വെച്ച് ചെറു തീയിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ അരച്ചും മസാലയൊക്കെ വെക്കണേക്കാട്ടിൽ കൂടുതൽ ഇങ്ങനെ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ലാസ്റ്റ് വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേകം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.